ഹലോ, അങ്ങനെ ഞാൻ വീണ്ടും ഒരു കേക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ കേക്കിൻ്റെ ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളായിട്ട്, കുറച്ചധികം നാളായി കേക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്തിട്ട്. ഇപ്പം ഞാൻ കോളേജിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പറ്റായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തുകൂടാ, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് തുടങ്ങി. ഈ കേക്കിൻ്റെ ഫീൽഡിലോട്ട് വന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അതായത് എനിക്ക് കുഞ്ഞിലേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കേക്ക് കഴിക്കാനൊക്കെ. പക്ഷേ വീട്ടിലങ്ങനെ മേടിച്ചൊന്നും തരത്തില്ല. ബർത്ത്ഡേ വന്നാൽ കൂടി വീട്ടിലൊന്നും അങ്ങനെ കേക്കൊന്നും മേടിക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിരുന്നു കേക്ക് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഒരു ദിവസം വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കേക്ക് മേക്കിംഗ് വീഡിയോസ്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ അത്ര ട്രെൻഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഈ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പം ഇതിൽ സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വാപ്പ സർപ്രൈസായിട്ട് കൊണ്ടുവന്ന് എന്താണെന്നറിയോ, ബീറ്റർ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാൻ ആഗ്രഹിച്ച സാധനം കൊണ്ടുവന്ന് എന്നുള്ളൊരിതിൽ. പിന്നെ ഞങ്ങൾ പയ്യെ ഓൺലൈനായിട്ടൊക്കെ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഉണ്ടാക്കി. ഫസ്റ്റ് ഞാൻ മുട്ട വെച്ചിട്ട് ക്രീമും ബ്രെഡ് വെച്ചിട്ടാണ് കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അടുത്തുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വളർത്തി വലുതാക്കിയൊരു കേക്ക് ബിസിനസ്. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ വന്ന് തിരക്കിൻ്റെ ഇടയിൽ എനിക്കിത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.